ഞാൻ ഈ മാറ്റി ഒരുങ്ങി പോണത് എൻ്റെ ഫ്രണ്ടിനെ വിട്ട് കേട്ടോ. കുറച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ ഫ്രണ്ട്സുകളും കിട്ടിയിട്ടുണ്ട്. അമറാന്ന് പറഞ്ഞപ്പോൾ ഒരു അൺഎക്സ്പെക്റ്റഡ് ഷോ ആണ് ഈ കാണുന്നത്. പിന്നെ എൻ്റെ ഒരു ഷോ ആയില്ലെങ്കിൽ നമ്മൾ നിൽക്കുന്നത് ഏതോ ഒരു കാട്ടുമുക്കിലാണ്. ഇതിൽ കൂടെ ഷോ ഇട്ട് പോണതാണ് എൻ്റെ ഫ്രണ്ട്സ്. ഞാൻ ഫുൾ ഷോ മാത്രമായതുകൊണ്ട് നമുക്ക് വയ്യ അറിയാത്തതുകൊണ്ട് തന്നെ ഓൾക്ക് വീഡിയോ കോൾ വിളിക്കാനുള്ളതല്ലാണ് ഈ കാണുന്നത്. ആരാൻ്റെ തൊടു കൂടെയൊക്കെയാണ് ഓളെ വരെയൊക്കെ പോണത്. ഓളെ വരയിലെത്തിയപ്പോൾ ഓളെ ഷോ ഒന്ന് കാണണേന്ന് റബ്ബേ. കുളിക്കാതാണെങ്കിലും മേക്കപ്പിനൊന്നും ഒരു കുറവില്ല. അവളവിടെ നിന്ന് ഷോട്ട് ഉണ്ടായി. കാലം ഒരു ചെറിയ പണി ഇട്ടിന്ന് പറഞ്ഞപ്പോൾ കാണാൻ വന്നതാട്ടെ. നമ്മൾ അവിടുന്ന് കുറേ അൺഎക്സ്പെക്റ്റഡ് ആയി വീഡിയോ ഒക്കെ എടുത്ത് ഓളെ വീടിൻ്റെ അടുത്ത് എന്തോ സംഭവം ഉണ്ടെന്ന് പറഞ്ഞ് കാണാൻ കൊണ്ടാണ് കാഴ്ചയാണ് ഈ കാണുന്നത്. പക്ഷെ എന്ത് തേങ്ങയാണ് അവർ റബ്ബേ കാണിച്ചു തരാൻ പോണത്. അരുണിമാൻ്റെ വക ഒരു പാട്ടൊക്കെ ഉണ്ട് പറഞ്ഞപ്പോൾ അത് കേൾക്കാനുള്ള ത്രില്ലാണ്. അരുണിമാൻ്റെ കൂടെ ഷാനും കൂടി പാടാന്ന് പറഞ്ഞപ്പോൾ അതിലേറെ ത്രില്ലായി ഗൈസ്. ഞങ്ങൾ പോവാണ് റീഫുണ്ട്, ആശുണ്ട്, ഷാനുണ്ട്, റസ്ലുണ്ട്, ഞാനുണ്ട്, എല്ലാരും. അവിടെ എത്തിയപ്പോ തന്നെ അടിപൊളി കാഴ്ച ഉണ്ടോ കണ്ടത്. ഊരി വെച്ചിട്ട് കാലൊടിഞ്ഞ നായി അതാ അതന്നെ നാടനായി പോണണ്ടില്ലേ. കാണാനാണ് നമ്മളിവിടെ വന്നിക്കണേ ഗൈസ്. ഇതൊക്കെ ഇവിടെ ഊരി. ഇതിന്റെ ഫ്രണ്ട് ക്യാമറയും പൊക്കി പിടിച്ച കാഴ്ചയാണ് ഈ കാണുന്നത്. അതും കഴിഞ്ഞ് ഓളോട് പോയി നല്ല സദ്യ കഴിച്ചിട്ട് ഒരു ചായ അടിക്കാൻ ഇറങ്ങിയതാ കാഴ്ചയാണ് ഈ കാണുന്നത്. നല്ല അടിപൊളി കാഴ്ച ആയതുകൊണ്ട് നമുക്ക് ചായ മാത്രം ആക്കണ്ട. അവിടെ പൊരിച്ചക്കടികൾ നിന്നാൽ പൊരിച്ചക്കടി തന്നെ ഒടുക്കത്തെ ടേസ്റ്റ് ചെയ്യില്ല. എല്ലായിടത്തുനിന്നും ചോറിന് ഞാൻ അവിടുന്ന് കുറച്ച് ഷോട്ടില്ലെങ്കിൽ കുറച്ച് മോശമില്ല. അപ്പോൾ ചായ കുടിക്കണ കുറച്ച് ഷോ വീഡിയോ ഒക്കെ ആയിട്ട് നേരെ പെരേക്ക് വിടാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ടാറ്റാ.